കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 14, തിരുവചനങ്ങൾ 1 മുതൽ. അക്കാലത്ത് സാമന്ത രാജാവായ ഹെരോദോസ് യേശുവിൻ്റെ കീർത്തിയെപ്പറ്റി കേട്ടിട്ട് തൻ്റെ സേവകന്മാരോട് പറഞ്ഞു, ഇവൻ സ്നാപക യോഹന്നാനാണ്. മരിച്ചവരിൽ നിന്ന് അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ശക്തി ഇവനിൽ പ്രവർത്തിക്കുന്നത്. ഹെരോദോസ് യോഹന്നാനെ ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടച്ചിരുന്നു. സ്വന്തം സഹോദരനായ പീലിപ്പോസിൻ്റെ ഭാര്യ ഹെരോദിയ നിമിത്തമാണ് അവൻ ഇത് ചെയ്തത്. എന്തെന്നാൽ യോഹന്നാൻ അവനോട് പറഞ്ഞിരുന്നു, അവളെ നീ സ്വന്തമാക്കുന്നത് നിയമാനുസൃതമല്ല. ഹെരോദേസിന് അവനെ വധിക്കണമെന്നുണ്ടായിരുന്നു, എങ്കിലും അവൻ ജനങ്ങളെ ഭയപ്പെട്ടു. എന്തെന്നാൽ അവൻ യോഹന്നാനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു. ഹെരോദേസിൻ്റെ ജന്മദിനത്തിൽ ഹെരോദിയായുടെ പുത്രി രാജസദസ്സിൽ നൃത്തം ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചു. തന്മൂലം അവൾ ചോദിക്കുന്നതെന്തും നൽകാമെന്ന് രാജാവ് അവളോട് ആണയിട്ട് വാഗ്ദാനം ചെയ്തു. അവൾ അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് പറഞ്ഞു, സ്നാപക യോഹന്നാൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരുക. രാജാവ് ദുഃഖിതനായി. എങ്കിലും തൻ്റെ ശപഥത്തെയും അതിഥികളെയും പരിഗണിച്ച് അത് അവൾക്ക് നൽകുവാൻ അവൻ ആജ്ഞാപിച്ചു. അവൻ കാരാഗൃഹത്തിൽ ആളയച്ച് യോഹന്നാൻ്റെ തല വെട്ടിയെടുത്തു. അതൊരു തളികയിൽ വെച്ച് പെൺകുട്ടിക്ക് നൽകി. അവൾ അത് അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവൻ്റെ ശിഷ്യർ ചെന്ന് മൃതശരീരമെടുത്ത് സംസ്കരിച്ചു. അനന്തരം അവർ യേശുവിനെ വിവരമറിയിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ 2 വചനഭാഗങ്ങളിലും സമാനമായ സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ജെറമിയ ഇസ്രായേൽ ജനം ബാബിലോൺ പ്രവാസത്തിലേക്ക് മുഴുവനുമായിട്ട് കൊണ്ടുപോകപ്പെടുന്നതിന് മുൻപ് ഇസ്രായേൽ ജനത്തോട് അനുതപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച ജെറമിയ പ്രവാചകനിൽ നിന്ന് വായിച്ചു കേട്ടപ്പോൾ ജെറമിയ ജനങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് വെറുതെ ദേവാലയം എന്ന് പറഞ്ഞതുകൊണ്ടോ, ദേവാലയത്തെ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചത് കൊണ്ടോ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങളുടെ ജീവിതങ്ങൾ നേരെയാക്കണം. എന്നിട്ടും അവരത് കേൾക്കുന്നില്ല. ആദ്യമായിട്ട് നബൂഖദ്നേസർ രാജാവ് ജനങ്ങളെ പിടിച്ചുകൊണ്ടു പോകുന്നു. പിന്നീട് നമുക്കറിയാം, മൊത്തമായിട്ട് ബാബിലോൺ പ്രവാസത്തിലേക്ക് അവർ കടക്കുന്നത് 586 ആണ്ടിലാണ്. അതിനൊരു മുമ്പ് ഒരു 10-20 വർഷത്തോളം 10-15 വർഷത്തോളം ജെറമിയ അവരുടെ അടുത്ത് ഇത്തരം കാര്യങ്ങൾ പറയാം. അപ്പം ഇന്നത്തെ വചനഭാഗത്തിൽ വീണ്ടും ജെറമിയ ഊന്നി പറയുന്നുണ്ട്, നിങ്ങൾ അനുതപിച്ച് നിങ്ങളുടെ മാർഗങ്ങൾ നേരെയാക്കുവിൻ. അപ്പോൾ കർത്താവ് നിങ്ങളെ എല്ലാ തകർച്ചയിൽ നിന്നും കാത്തുകൊള്ളും. പക്ഷെ അനുസരിക്കാത്ത പക്ഷം നിങ്ങൾക്ക് വേണ്ടി തന്നെ തകർച്ചകൾ വിളിച്ചു വരുത്തുകയാണ്. അത് കേൾക്കുവാൻ ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. തങ്ങൾ നശിപ്പിക്കപ്പെടും, തങ്ങൾ അനുതപിക്കണം, തങ്ങൾ തിരുത്തണം, തങ്ങളുടെ വഴികൾ തെറ്റാണ്, തങ്ങൾ പാപത്തിലാണ് നടക്കുന്നത് എന്ന് കേൾക്കുവാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ജെറമിയായെ ഒരു രാജ്യദ്രോഹിയായി മുദ്രകൊത്തി അവർ വധിക്കുവാൻ തീരുമാനിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാനെ നമ്മൾ കാണുന്നുണ്ട്. സ്നാപക യോഹന്നാൻ മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടാണ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അനുതപിക്കണം, കർത്താവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ അനുതപിക്കണം, നിങ്ങളുടെ പാതകൾ നേരെയാക്കണം, കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വഴിയൊരുക്കണം. ഇത് ആരെന്നില്ലാതെ കൃത്യമായിട്ട് സ്നാപക യോഹന്നാൻ പറഞ്ഞു. ഹെരോദോസിനോടും ഹെരോദിയോടും പറഞ്ഞു, നിങ്ങളുടെ ചെയ്തി തെറ്റാണ്, നിങ്ങളത് ചെയ്യരുത്, നിങ്ങൾ ചെയ്യുന്നത് പാപമാണെന്ന് പറഞ്ഞു. സ്നാപക യോഹന്നാനെയും പിടിച്ച് കാരാഗൃഹത്തിൽ അടച്ചു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ലോകം അനുതാപത്തിൻ്റെ ഒരു ആഹ്വാനവും സന്ദേശവും ഉൾക്കൊള്ളുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ ലോകത്തിന് തങ്ങളുടെ ചെയ്തികൾ നേരെയാക്കണമെന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് സമാനമായ ജീവിത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഏത് നിമിഷം വേണമെങ്കിലും സംഭവിക്കാമെന്നൊരു കാര്യവും നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. ആദ്യത്തെ ഒരു കാര്യം, ഇന്നത്തെ വചനഭാഗങ്ങൾ നമ്മോട് പറയുന്നത്, നമ്മുടെ മനസ്സാക്ഷിക്ക്, നമ്മുടെ ആത്മാവിൻ്റെ പ്രതിധ്വനികൾക്ക് നമ്മൾ ചെവി കൊടുക്കുക. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈ 2 ശബ്ദങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് എപ്പോഴും പറയുന്നുണ്ട്, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാണ് വഴി, ഇതിലേ പോവുക എന്ന് പറയുന്നൊരു ശബ്ദം നമ്മുടെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവിനെ നീ നിർവീര്യമാക്കരുതെന്ന് പൗലോസ്ലീഹ പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. നമ്മോട് പറയാണ്, അത് ചെയ്യരുത്, അത് തെറ്റാണ്.
ഉടനെ പ്രലോഭകൻ നമ്മുടെ മറുവശത്ത് നിന്ന് പറയും, സാരമില്ല, എല്ലാവരും ചെയ്യുന്നതല്ലേ, നീയും ചെയ്തോ. പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു പ്രചോദനം വീണ്ടും നമ്മുടെ ഉള്ളിൽ വരും, ഇത് ചെയ്യാതിരിക്കണം, നീ പിന്മാറണം ഈ ഒരു പ്രവൃത്തിയിൽ നിന്ന്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ഒരു ടഗ് ഓഫ് വാർ നടക്കുന്നുണ്ട്, ഒരു വടംവലി നടക്കുന്നുണ്ട്, നന്മയും തിന്മയും തമ്മിൽ. ഇപ്പം നമ്മൾ ഏത് പക്ഷത്തോട്ട് ചായുന്നുവോ നമ്മൾ ആ പക്ഷത്തോട്ട് വീഴും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ള നന്മയും തിന്മയും തമ്മിൽ ഈ ഒരു വടംവലി നടക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ആർക്കാണ് ചെവി കൊടുക്കുന്നത്. ഹെറോദോസിൻ്റെ ഉള്ളിലും ഈ ഒരു വടംവലി ഉണ്ടായിരുന്നു. ഹെറോദോസിൻ്റെ ഉള്ളിൽ ഈ വടംവലി നടന്നുകൊണ്ടിരുന്ന അവസാനം ഹെറോദോസ് തിന്മയിലേക്ക് ചാഞ്ഞു, അവൻ്റെ പ്രവൃത്തികൾ അവന് തിന്മയായിട്ട് ഭവിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു? അങ്ങനെ സംഭവിക്കുന്ന അടുത്ത നിമിഷം അവന് ഭയങ്കരമായ കുറ്റബോധമുണ്ടായി, നിരാശയുണ്ടായി. നമ്മളിങ്ങനെ പാപത്തിൽ വീണ് കഴിയുമ്പോൾ നമ്മൾ ആഴമേറിയ നിരാശയിലേക്കും കുറ്റബോധത്തിലേക്കൊക്കെ പോകുന്നതിൻ്റെ കാര്യം അതാ. നമ്മളെ പ്രലോഭകൻ പറഞ്ഞ് പറ്റിക്കുമ്പോൾ, നമ്മൾ പരിശുദ്ധാത്മാവിന് ചെവി കൊടുക്കാതിരിക്കുമ്പോൾ ഈ കുറ്റബോധമാണ് പിന്നെ നമ്മളെ നശിപ്പിക്കുക. നമ്മൾ ചെയ്ത പാപത്തേക്കാളും കൂടുതലായിട്ട് ആഴത്തിൽ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്നത് അതിൻ്റെ കുറ്റബോധമാണ്. ചെയ്തു പോയല്ലോ, ഞാൻ എന്നാ മോശക്കാരനാ, ഞാൻ എന്നാ മോശക്കാരിയാ, എനിക്കിനി എന്നാ രക്ഷയുണ്ട്, എനിക്കിനി എന്നാ ജീവിതമുണ്ട്, എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടല്ലോ, കർത്താവിൻ്റെ സന്നിധി നിൽക്കാൻ യോഗ്യതയില്ലല്ലോ, എനിക്കിനി അനുഗ്രഹം കിട്ടില്ലല്ലോ, ഇതിൻ്റെ ശാപം ഉണ്ടാകുമല്ലോ, ഇതിൻ്റെ ശിക്ഷയുണ്ടാകുമല്ലോ. ഇങ്ങനെ നിരന്തരമായ കുറ്റപ്പെടുത്തലുകളും നിരാശയും കുറ്റബോധവും കാരണം നമ്മൾ നീറി നിൽക്കാൻ തുടങ്ങും. ഉള്ളവരെ, അപ്പോഴും കർത്താവ് നമ്മളോടുള്ള കാരുണ്യം പിൻവലിക്കുന്നില്ലെന്ന് ഓർക്കണം. ഇത്തരം സാഹചര്യങ്ങളിൽ ഉറപ്പായിട്ട് നമ്മൾ കുമ്പസാരിക്കുകയും കർത്താവിൻ്റെ കാരുണ്യം നേടുകയും ചെയ്യണം. ഹെറോദോസിൻ്റെ മനം നീറിക്കൊണ്ടിരുന്നു, അവൻ്റെ ഉള്ളം കുറ്റബോധം കൊണ്ട് നിറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് കർത്താവിനെ കണ്ടപ്പോൾ ഇത് സ്നാപക യോഹന്നാനാണ്, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തു വന്നതാണെന്നുള്ളൊരു പേടി ഹെറോദോസിലേക്ക് കയറിയത്. ഒന്നാമത്തെ കാര്യം അപ്പോൾ നമ്മൾ ഓർക്കുക, പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സാക്ഷിയുടെ സ്വരത്തിന് നമ്മൾ ചെവി കൊടുക്കുക, നന്മയെ നമ്മൾ മുറുകെ പിടിക്കാനുള്ള തീരുമാനമെടുക്കുക. രണ്ടാമത്തേത്, ഹെറോദിയയുടെ ഉള്ളിലുണ്ടായിരുന്ന ആഴമേറിയ ഒരു വെറുപ്പാണ്, ഒരു പേഴ്സണൽ ഗ്രഡ്ജ്. നമ്മൾ പലപ്പോഴും കൊണ്ടു നടക്കുന്ന കുഞ്ഞു കുഞ്ഞ് സൗന്ദര്യ പിണക്കങ്ങൾ, നമ്മളെ വേദനിപ്പിച്ചവരോടുള്ള പ്രതികാരത്തിൻ്റെതായ ചിന്തകൾ, ഒന്നുമില്ലെങ്കിൽ എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ ഇയാളുടെ നാശം ഞാൻ കണ്ടേനെ എന്ന തരത്തിലുള്ള നമ്മുടെ ഉള്ളിലുള്ള മനോഭാവങ്ങൾ, പ്രിയമുള്ളവരെ, നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ് വീണ്ടും. സ്നാപക യോഹന്നാൻ ഹെറോദോസിനെയും ഹെറോദിയായും തിരുത്തിയത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഹെറോദിയ ആ ഒരു വെറുപ്പ്, ആ ഒരു പ്രതികാര ചിന്ത ഉള്ളിൽ കൊണ്ടു നടക്കുമായിരുന്നു. അതാണ് അതിലും വലിയ ഒരു അപരാധത്തിലേക്ക് ഹെറോദിയയെ നയിച്ചത്. നമുക്കും ശ്രദ്ധിക്കാം, നമ്മുടെ ഉള്ളിലെ കുഞ്ഞു കുഞ്ഞ് ദേഷ്യം, അരിശം, വാശി, പ്രതികാര ചിന്ത തുടങ്ങിയ നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ കരുതലോടെ അരിക്കുക, അതിനെ ഉപേക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് പറയുന്നത്, ഓരോ പ്രാവശ്യവും നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചാലും കണക്കില്ലാത്ത തരത്തിൽ അവരോട് നീ ക്ഷമിക്കണം. ക്ഷമിക്കാത്ത പക്ഷം നിന്റെ ഉള്ളിലുള്ള ഈ ഒരു തിന്മ, വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ നിന്നെ നശിപ്പിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ആരെങ്കിലും വെറുത്താൽ അതിനെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിനെ ഭരിക്കാൻ തുടങ്ങും. നമ്മളൊരു കാര്യം ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതലായിട്ടൊരു കാര്യം വെറുക്കുമ്പോൾ അത് നമ്മളെ മൊത്തമായിട്ട് ഇങ്ങനെ കൺസ്യൂം ചെയ്യാൻ തുടങ്ങും, നമ്മളെ അതിങ്ങനെ ദഹിപ്പിക്കാൻ തുടങ്ങും. സമാധാനമില്ല, സന്തോഷവും ഇല്ല, ജീവിതത്തിന് ആനന്ദമില്ല, എങ്ങനെയും ഈ ചിന്ത നമ്മളിങ്ങനെ ഭരിക്കും. കർത്താവിനെ ഒന്നിനും ഉപേക്ഷിച്ച് കളയണം. നിങ്ങളുടെ വ്യക്തിപരമായ ഇത്തരത്തിലുള്ള മുറുമുറുപ്പുകളെ, സൗന്ദര്യ പിണക്കങ്ങളെ, ദേഷ്യങ്ങളെ, വാശികളെ ദൈവസന്നിധിയിൽ ഉപേക്ഷിച്ച് നിന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക. രണ്ടാമതൊരു കാര്യം, ഇത് തിരുത്തലുകൾ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി എടുക്കുന്ന ഒരു റിയാക്ഷനാണ്. നമ്മളെ ആരെങ്കിലും തിരുത്തിയാൽ, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എളിമയോടെ ആ തിരുത്തൽ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒരുപക്ഷെ ദൈവമായിരിക്കാം ആ വ്യക്തിയിലൂടെ നമ്മളെ തിരുത്തുന്നത്. മൂന്നാമതായിട്ട്, പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുന്ന പക്ഷം പാപ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക. പാപസാഹചര്യങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കുക. നമ്മൾ പാപം ചെയ്യാതിരിക്കാൻ തീരുമാനിച്ചാൽ മാത്രം പോരാ, പാപ സാഹചര്യങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്താനും അതിനെ കട്ട് ഓഫ് ചെയ്യാനും നമുക്ക് പറ്റണം. ഹെറോദിയയുടെ സാമീപ്യം, ഹെറോദിയുമായിട്ടുണ്ടായിരുന്ന അശുദ്ധമായ ബന്ധം, ഇത്തരം പാപ സാഹചര്യങ്ങളിൽ തന്നെ നിർത്തിയത് കൊണ്ടാണ് ഹെറോദോസിന് തിരിച്ചു നടക്കാൻ പറ്റാതെ പോയത്. ആദ്യവായനയിലെ ഇസ്രായേൽ ജനവും തങ്ങളുടെ വിഗ്രഹാരാധനയുടെയും തങ്ങളുടെ സുഖലോലുപതകളുടെയും വഴികളിൽ നിന്ന് തിരിച്ചു നടക്കാൻ അവർ തയ്യാറായില്ല. പ്രിയമുള്ളവരെ, പാപത്തിലേക്ക് നയിക്കുന്ന ഇടങ്ങളിൽ നമ്മളെ കൊണ്ടുചെന്ന് നമ്മൾ നിർത്തിയാൽ നമ്മൾ വീണു പോകും, നമ്മൾ നാശമടയും. നമ്മുടെ ജീവിതത്തിൽ പാപത്തിലേക്ക് നയിക്കുമെന്നൊക്കെ ഒരു കൂട്ടുകെട്ടാണെന്ന് തിരിച്ചറിയുമ്പോൾ, പാപത്തിലേക്ക് നയിക്കുന്ന ഒരു ഫോൺ കോളാണെന്ന് തിരിച്ചറിയുമ്പോൾ,
പാപത്തിലേക്ക് നയിക്കുന്ന ഒരു തീരുമാനമാണെന്ന് തിരിച്ചറിയുമ്പോൾ പാപം ചെയ്തിട്ട് അനുതപിക്കാൻ നിൽക്കാതെ പാപത്തിലേക്ക് നയിക്കുന്ന അതിൻ്റെ വേരുകളെ, അതിൻ്റെ സാഹചര്യങ്ങളെ, അതിൻ്റെ വാതായനങ്ങളെ അടച്ചു കളയുക. അതാണ് ദൈവം നമുക്ക് തീരുമാനമെടുക്കാൻ കഴിവ് തന്നിരിക്കുന്നത്. ചോയ്സ് നമ്മുടെയാണ്. അതൊരു നമ്മുടെ ഉള്ളിൽ നിന്ന്, നമ്മുടെ അന്തരംഗത്തിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ശക്തമായൊരു തീരുമാനമാണ്. വേണ്ട, അതെന്നെ പാപത്തിലേക്ക് നയിക്കും. അത് പാപ സാഹചര്യമാണ്. നാലാമതായിട്ട്, നമ്മൾ പ്രതിജ്ഞയെടുക്കാൻ, സംസാരിക്കുവാൻ തിടുക്കം കൂട്ടുന്നവരാകാതിരിക്കുക. സഭാപ്രസംഗം 5-ാം അധ്യായത്തിൽ വചനം നമ്മളെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമാണ്, അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ ചുരുങ്ങിയിരിക്കട്ടെ. പ്രതിജ്ഞയെടുക്കാൻ തിടുക്കം കൂട്ടരുത്. വീണ്ടും വിചാരമില്ലാതെ വാക്ക് കൊടുക്കരുത്. ഹെരോദോസ് കുടിച്ച് ഉന്മത്തനായി പാപസാഹചര്യങ്ങളിലായ ആ ഒരു സദസ്സിൽ തന്നെ പ്രതിഷ്ഠിച്ചപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോയി. വീണ്ടും എന്ത് സംഭവിച്ചു? വീണ്ടും വിചാരമില്ലാതെ വാക്ക് കൊടുത്തു, വീണ്ടും വിചാരമില്ലാതെ തീരുമാനമെടുത്തു, ആലോചിച്ച് ഉറപ്പിക്കാതെ സംസാരിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ സംസാരത്തെ നമുക്ക് ശ്രദ്ധിക്കാം, നമ്മളെടുക്കുന്ന തീരുമാനങ്ങളെ നമുക്ക് ശ്രദ്ധിക്കാം. ദൈവത്തോട് ചേർന്ന് ആലോചിച്ചിട്ട് വേണം ഓരോ തീരുമാനവും നമ്മൾ എടുക്കാൻ. നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ ദൈവം നമുക്ക് പറഞ്ഞു തരുമെന്നുള്ളതാണ്. ചിലരൊരു പക്ഷെ പ്രാർത്ഥിക്കാനൊക്കെ വരുമ്പോൾ ചോദിക്കുന്നത്, അച്ഛൻ പറഞ്ഞോ ഞാൻ എന്നാ തീരുമാനം എടുക്കണ്ടേ? ഞാൻ ഇന്നയാളെ കെട്ടണോ? ഞാൻ അവിടെ ജോലിക്ക് പോകണോ? ഞാൻ എന്നാ ജോലിക്ക് പോകണ്ടേ? ഞാൻ എന്താ ചെയ്യണ്ടേ? നമ്മളെല്ലാവരും ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യപ്പെടാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ ഇന്ന് ഇവിടെ ഇരുന്നോളാം, കർത്താവിനോട് പറയുന്നു, ഞാൻ കേൾക്കുന്നു. നമ്മൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ഞാനൊരു തീരുമാനമെടുത്ത് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കുണ്ട്. എന്നാൽ ദൈവം എന്നോട് പറഞ്ഞതാണ്, അല്ലെങ്കിൽ അച്ഛൻ എന്നോട് പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സാക്ഷിയുടെ ഉത്തരവാദിത്തത്തിൽ നമ്മൾ ഒഴിഞ്ഞു മാറുക. പ്രിയമുള്ളൊരു ഉത്തരവാദിത്തത്തോടുകൂടി ദൈവസന്നിധിയിൽ ചെന്ന്, ദൈവമേ എനിക്ക് എൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കണം, പ്രാർത്ഥിക്കുക. ദൈവം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പറഞ്ഞു തരും എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ വീണ്ടും വിചാരമില്ലാതെ വാക്ക് കൊടുക്കരുത്. ദൈവത്തോട് ചേർന്ന് നിന്ന് സംസാരിക്കുക. അവസാനമായിട്ട് ഒരു കാര്യം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. പ്രിയമുള്ളവരെ, സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ പീഡനങ്ങളെ നേരിടാൻ തയ്യാറായിക്കൊള്ളുക. സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ പീഡനങ്ങളെ നേരിടാൻ തയ്യാറായിക്കൊള്ളുക. ജെറമിയായെ പോലെ, സ്നാപക യോഹന്നാനെ പോലെ സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുമ്പോൾ, വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുമ്പോൾ, നേരായതിനെ മുറുകെ പിടിക്കുമ്പോൾ ആര് നമ്മൾക്ക് വേണ്ടി കൈകൊട്ടണമെന്നില്ല. നമ്മളെ കുറ്റപ്പെടുത്തിയേക്കാം, നമ്മളെ ഒറ്റപ്പെടുത്തിയേക്കാം. സ്നാപക യോഹന്നാനെ പോലെയും കർത്താവായ യേശുക്രിസ്തുവിനെ പോലെയും ഒക്കെ നമ്മൾ കുറ്റക്കാരായി വിധിക്കപ്പെടുമ്പോഴും സത്യത്തിനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. ആത്മാവിൻ്റെ പ്രതിധ്വനികൾക്ക് നമുക്ക് ചെവി കൊടുക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തിലെ വെറുപ്പും വിദ്വേഷവും മാറ്റി ക്ഷമയുടെ പാതയിലേക്ക് നമുക്ക് വരാം. നമ്മുടെ പാപ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു നിൽക്കാം. വീണ്ടും വിചാരമില്ലാതെ സംസാരിക്കാതിരിക്കാം. എല്ലാറ്റിലും ഉപരി വിശുദ്ധിക്കും സത്യത്തിനും വേണ്ടി നമുക്ക് നിലകൊള്ളാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.